ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. റെവലേഷൻ സ്റ്റഡി സീരീസിലേക്ക് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു നിർത്തിയത് 5ാമത്തെ മുദ്രയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് 6ാമത്തെ മുദ്രയാണ്. 6ാമത്തെ മുദ്രയെക്കുറിച്ച് ഇതുവരെ എനിക്കുണ്ടായിരുന്ന കാഴ്ചപ്പാടിലല്ല ഞാൻ നിങ്ങൾക്ക് ഇത് അവതരിപ്പിക്കുന്നത്. ഞാൻ ഇത് നടത്തിയ ആഴമായ പഠനത്തിൽ നിന്നും എനിക്ക് ചില കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. 6ാമത്തെ മുദ്രയ്ക്ക് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ ഉപരി ആഴം ഇതിലുണ്ട്. 6ാമത്തെ മുദ്രയ്ക്ക് 2 ഭാഗമുണ്ട്, അല്ലെങ്കിൽ 2 സ്റ്റേജസ് ഉണ്ട്, അല്ലെങ്കിൽ 2 ഫേസ് ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾ മുൻപ് കേട്ടിട്ടുണ്ടാകത്തില്ല. നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടാകുന്നത് 6ാമത്തെ മുദ്ര ഒരിക്കൽ നടന്നു കഴിഞ്ഞു, ഞാൻ സമ്മതിക്കുന്നു നടന്നു, പക്ഷെ അത് വീണ്ടും ആവർത്തിക്കുമെന്നാണ്. എവിടെ നമുക്ക് മിക്കവരും ഈ ഒരു ഉപദേശം അല്ലെങ്കിൽ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് അപ്രകാരമല്ല. ഇനി അന്ന് നടന്ന സംഭവം ഇനി ആവർത്തിക്കാൻ പോകുന്നില്ല. പക്ഷെ 6ാമത്തെ മുദ്ര പരിപൂർണമായിട്ടും നടന്നു കഴിഞ്ഞിട്ടുമില്ല. ചില കാര്യങ്ങൾ ഇനി നടക്കാനുണ്ട്. നമ്മൾ ഇതാണ് പഠിക്കാൻ പോകുന്നത്. പക്ഷേ ഇത് ഒരു ക്ലാസ് കൊണ്ട് നമുക്കിത് പഠിക്കാൻ സാധിക്കില്ല. ഇതിൽ 6 വാക്യമുണ്ട്. 1755 മുതൽ ക്രിസ്തുവിൻ്റെ 2ാം വരവ് വരെ നടക്കുന്ന സംഭവ വികാസങ്ങളാണ് ഈ 6 വാക്യങ്ങളായിട്ട് തിരുവചനത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇഷ്ടംപോലെ പഠിക്കാനുണ്ട്. 2 എപ്പിസോഡോ 3 എപ്പിസോഡോ ആയിട്ട് തന്നെ നമ്മൾ ഇന്ന് 6ാമത്തെ മുദ്ര പഠിക്കും. ഇന്ന് നമ്മൾ അത് ആരംഭിക്കുകയാണ്. അതുകൊണ്ട് ഇതിൽ ഒരു എപ്പിസോഡ് പോലും നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. എന്നാലേ നിങ്ങൾക്ക് കണ്ടിന്യൂറ്റി കിട്ടത്തുള്ളൂ. നമുക്ക് പതുക്കെ നമ്മൾ ഈ കുറേ കൊട്ടേഷൻസ് എനിക്ക് വായിക്കാനുണ്ട്. ആ കൊട്ടേഷൻസ് ഒന്നും ഒഴിവാക്കാനും സാധിക്കില്ല. പക്ഷേ ആ കൊട്ടേഷനിൽ കൂടി നമുക്ക് കടക്കാം, പതുക്കെ വായിക്കാം, പതുക്കെ ആഴങ്ങളിലേക്ക് കടക്കാം. നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ വസിക്കുന്ന അടിയങ്ങളുടെ വാർത്തയുടെ പിതാവേ, അടിയങ്ങൾ ഈ സമയം നിന്റെ സന്നിധിയിലേക്ക് പിതാവെ കടന്നു വരുന്നു. ദൈവമേ, അടിയങ്ങൾ 6ാമത്തെ മുദ്ര പഠിക്കാൻ പോകുന്നു. നിൻ്റെ വരവ് ഏറ്റവും ആസന്നമായി എന്ന് അടിയങ്ങൾ വിശ്വസിക്കുന്നു. പിതാവേ, അടിയങ്ങൾ ഇങ്ങനെ വചനം പഠിച്ചുകൊണ്ടും ബാക്കികൾ പങ്കുവെച്ചുകൊണ്ടും അടിയങ്ങൾ നിന്നോട് ചേർന്നിരിക്കുന്ന കൃപ പ്രാർത്ഥിക്കുന്നു. അടിയനോടും ഇന്ന് നീ സംസാരിക്കണം. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളോട് നീ ഇന്ന് സംസാരിക്കണം. സ്വർഗത്തിൽ നിന്നുള്ള ആ സ്നേഹശബ്ദം അടിയങ്ങൾ കേൾക്കുവാനും ഈ വചനത്തിൽ നിന്ന് ദൈവം അടിയങ്ങൾ ജീവിതത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് നടപ്പിൽ വരുത്തുവാനും അടിയങ്ങളെ സഹായിക്കണമെന്ന് ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും യേശുനാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ 6ാമത്തെ മുദ്ര നമുക്ക് ആദ്യം ഈ വാക്യങ്ങളെല്ലാം നമുക്കൊന്ന് വായിക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു പൂർണ്ണ ചിത്രം നമുക്ക് നമ്മുടെ മനസ്സിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. വെളിപ്പാട് പ്രവചനം 6ാം അധ്യായം 12 മുതൽ വാക്യങ്ങളാണ്. അത് ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലും ഞാൻ വായിക്കുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ പരിഭാഷയിൽ വന്ന വ്യതിയാനം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 6ാം മുദ്ര പൊട്ടിച്ചപ്പോൾ, ഇത് 12ാം വാക്യമാണ്. 6ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി. സൂര്യൻ കരിമ്പിടം പോലെ കറുത്തു, ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. ആൻഡ് behold, when he had opened the 6th seal, and lo, there was a great earthquake, and the sun became black as a sackcloth of hair, and the moon became as blood. 13ാം വാക്യം, അത്തിവൃക്ഷം പെരുങ്കാറ്റുകൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ ആകാശത്തെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. ഇംഗ്ലീഷിൽ, and the stars of heaven fell unto the earth, even as a fig tree casteth her untimely figs when she is shaken of a mighty wind. 14ാം വാക്യം, പുസ്തക ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി, എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. And the heaven departed as a scroll when it is rolled together, and every mountain and island were moved out of their places. 15ാം വാക്യം, ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകല ദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും. ആ പറയുന്നതാണ് 16ാം വാക്യം. ഇംഗ്ലീഷ് വായിക്കും, and the kings of the earth and the great men and the rich men and the chief captains and the mighty men and every bondman and every free man hid themselves in the dens and in the rock of the mountains. 16ാം വാക്യം, ഞങ്ങളുടെ മേൽ വീഴുവിൻ, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ മുഖം കാണാതെ വണ്ണം കുഞ്ഞാടിൻ്റെ കോപം തട്ടാതെ വണ്ണം ഞങ്ങളെ മറപ്പിൻ. And he said to the mountains and rock, fall on us and hide us from the face of him that sitteth on the throne and from the wrath of the Lamb. കുഞ്ഞാടിൻ്റെ കോപം തട്ടാതെ വേണം മുഖം മറയ്ക്കാൻ. ചിന്തിക്കുന്നുണ്ട് കുഞ്ഞാടിൻ്റെ കോപം. ഇതിൽ ഓരോ വാക്യത്തിനും ഓരോ വാക്കിനും അതിൻ്റെ അർത്ഥമുണ്ട്, അതിൻ്റെ പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യം എല്ലാം നമ്മൾ കടക്കും.
17-ാം വാക്യം, അവരുടെ മഹാകോപം ദിവസം വന്നു, ആർക്ക് നിൽപ്പാൻ കഴിയുമെന്ന് പറഞ്ഞു. For the great day of his wrath is come, and who shall be able to stand? ഇതാകുന്നു, ഇത്രയും വാക്യമാണ് നമ്മൾ 6 മുതൽ പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഞായങ്ങളിലേക്ക് ഇറങ്ങിയാണ്. ഈ എപ്പിസോഡിൽ നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് 12ഉം 13ഉമാണ്. അതിൻ്റെ പൂർത്തിതലത്തിലേക്ക് എത്തുവാൻ സാധിക്കുമോ എന്ന് എനിക്ക് ഉറപ്പില്ല. എങ്കിലും നമുക്ക് എത്രത്തോളം പഠിക്കാൻ മനസ്സിലാക്കാനും സാധിക്കും, അത്രത്തോളം നമുക്ക് പഠിക്കാം. നമ്മൾ അഡ്വെന്റിസ്റ്റുകാർ ഈ 7 മുദ്രയും 6 എണ്ണവും നമ്മൾ, അല്ലെങ്കിൽ ഈ 5 എണ്ണവും നമ്മളിതൊരു 5 പഠിച്ചു, എല്ലാം പ്രതീകാത്മകമായിട്ടാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ 6ാമത്തെ മുദ്ര അക്ഷരാർത്ഥത്തിൽ എടുക്കുന്നു? ആരെങ്കിലും ഈ ചോദ്യം നമ്മൾ ചോദിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ തന്നെ, കാരണം ഈ മുദ്രയെക്കുറിച്ച് നമ്മൾ അഡ്വെന്റിസ്റ്റ് സ്കൂളിലാണെങ്കിൽ പഠിച്ചതെങ്കിൽ അഡ്വെന്റിസ്റ്റ്, അപ്പോൾ നമ്മുടെ കരിക്കുലത്തിൽ തന്നെ നമ്മൾ ഈ 6ാമത്തെ മുദ്രയെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ടാകും. അതെപ്പോൾ ചരിത്രത്തിൽ നടന്നുവെന്ന്. അങ്ങനെ നമുക്ക് അറിവുള്ള സമയത്ത് നമുക്ക് ഈ ചോദ്യം ചിലപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായി കാണും. അല്ലെങ്കിൽ ഇത് നമ്മൾ ആരോടെങ്കിലും വിവരിക്കുമ്പോൾ ഇപ്രകാരം ഒരു ചോദ്യം നമ്മോട് വന്നു കാണും. 5 മുദ്ര വരെ നമ്മൾ പ്രതീകാത്മകമായിട്ട് എടുത്തിട്ട് 6ാമത്തെ മുദ്ര എന്തുകൊണ്ട് നമ്മൾ അക്ഷരാർത്ഥത്തിൽ എടുക്കുന്നു? അല്ലെങ്കിൽ ഇത് നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ഈ എക്സ്പ്ലനേഷൻ നിങ്ങൾ കേൾക്കുന്നത്, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ചോദ്യം ഉണ്ടാവും. നമ്മൾ 6ാമത്തെ മുദ്ര ഇപ്പോൾ അതിൽ പറയുന്നത് അങ്ങനെ തന്നെ സംഭവിച്ചു എന്ന രീതിയിൽ നമ്മൾ എടുക്കാൻ പോയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ചോദ്യം ഉയർന്നു വരും. ആ ചോദ്യം എന്ന് പറഞ്ഞാൽ 5 മുദ്രയെ നമ്മൾ പ്രതീകാത്മകമായിട്ട് എടുത്തു, സിംബോളിക്കലായിട്ട് എടുത്തു. എന്തുകൊണ്ടാണ് നമ്മൾ 6ാമത്തെ മുദ്ര മാത്രം ഇങ്ങനെ ലിറ്ററലായിട്ട് അക്ഷരാർത്ഥത്തിൽ എടുക്കുന്നത്? അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഈ 6ാമത്തെ മുദ്രയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് തന്നെയാണ്. ആ വാക്ക് എന്ന് പറയുന്നത് ആസ്. അതിൻ്റെ എബ്രായ മൂലപദം എന്ന് പറയുന്നത് അതിൻ്റെ പ്രൊനൗൺസ് ചെയ്യുന്ന ഓസ് എന്നാണ്. അപ്പോൾ എന്താണ് ഈ ആസിൻ്റെ? കാരണം നമ്മൾ ഇംഗ്ലീഷ് വായിച്ചു നോക്കിയാൽ ദി സൺ ബിക്കം ഡാർക്ക് ആസ് സാക്ക്ലോത്ത്, മൂൺ ബിക്കം ആസ് റെഡ് ആസ് ബ്ലഡ്, സ്കൈ റോൾഡ് ആസ് എ സ്ക്രോൾ, ആസ് എന്ന വാക്ക്. മലയാളത്തിലാണെങ്കിൽ സൂര്യൻ കരിമ്പിടം പോലെ കറുത്തു. അവിടെ എന്താണ്? പോലെ. ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. എന്താണ്? തുല്യം. അത്തിവൃക്ഷം പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ, വീണ്ടും പോലെ. അപ്പോൾ പോലെ അല്ലെങ്കിൽ ആസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ ആസ് എന്ന് ഉപയോഗിക്കുമ്പോൾ അപ്പോൾ തന്നെ അവിടെ ഒരു കമ്പാരിസൺ, ഇതേപോലെ ആകുന്നു, ഒരു സിംബോളിക്കൽ ലാംഗ്വേജ് അവിടെ വന്നു കഴിഞ്ഞു. സൂര്യൻ എന്ത് ചെയ്യുന്നു? കരിമ്പിടം പോലെ കറുത്തു. അപ്പോൾ അവിടെ തന്നെ ഒരു ഫിഗറേറ്റീവ് ലാംഗ്വേജ്, ഒരു കമ്പാരിറ്റീവ് ലാംഗ്വേജ് അവിടെ ഉപയോഗിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി വേറൊരു പ്രതീകാത്മകത്തിൻ്റെ ഉപയോഗമുണ്ടോ? കാരണം നമ്മൾ ഇതുവരെ കണ്ടപ്പോൾ 1ാമത്തെ മുതൽ കുതിര, കറുത്ത നിറം, അല്ലാതെ അവിടെ ഒരു കുതിര കണ്ടു, അതിൻ്റെ അല്ലെങ്കിൽ അവിടെ കണ്ടത് ഇന്നതുപോലെ ഇരിക്കുന്ന ഒരു സാധനമാണ് കണ്ടത്. അപ്രകാരം നമ്മൾ ആദ്യത്തെ 5 മുദ്രയിൽ നമ്മൾ പറഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് അവിടെ മനസ്സിലാക്കും, അവിടെ ആൾറെഡി അപ്പോൾ തന്നെ ആ വാക്യത്തിൽ തന്നെ ആ ഫിഗറേറ്റീവ് ലാംഗ്വേജ് അല്ലെങ്കിൽ കമ്പാരിറ്റീവ് ലാംഗ്വേജ് അതേപോലെ ഇരിക്കുന്നു എന്നുള്ള ഭാഷാ പ്രയോഗം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും അതിനെ എന്തുകൊണ്ട് അങ്ങനെ ഉപയോഗിക്കുന്നു? പക്ഷെ അങ്ങനെയല്ല, അവിടെ എല്ലാം പ്രതീകാത്മകമായിട്ടാണ്. അവിടെ ഒരിടത്തും പറഞ്ഞിട്ടില്ല അത് അതേപോലെയാണ്. അല്ലെങ്കിൽ അവിടെ കാണുന്ന കറുത്ത കുതിര, ചുമന്ന കുതിര, മഞ്ഞ കുതിര, വെള്ള കുതിര, അതിലിരിക്കുന്ന ഒരു വ്യക്തി, അവിടെ ഒരു കമ്പാരിറ്റീവ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ 6ാമത്തെ മുദ്രയിലേക്ക് വരുമ്പോൾ അവിടെ ഒരു കമ്പാരിറ്റീവ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടുണ്ട്, ഒരു ഫിഗറേറ്റീവ് ലാംഗ്വേജ്. അതേപോലെ കരിമ്പിടം പോലെ, ചുരുൾ പോലെ രക്തതുല്യമായി തീർന്നു. അപ്പോൾ ഈ വാക്യത്തിൽ നിന്ന് എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോഴേ അത് കമ്പാരിറ്റീവ് ലാംഗ്വേജ് എടുത്തു കഴിഞ്ഞു, കമ്പാരിസൺ നടത്തി കഴിഞ്ഞു, ഒരു ഫിഗറേറ്റീവ് സ്പീച്ച് നടത്തി കഴിഞ്ഞു. ഇനി വേറൊരു താരതമ്യ പഠനത്തിന് ആവശ്യമില്ല. അപ്പോൾ ഇവിടെ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? സൂര്യനെ കുറിച്ചും ചന്ദ്രനെ കുറിച്ചും നക്ഷത്രങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒരു സംശയവുമില്ല. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് 6ാമത്തെ മുദ്രയും 5ാമത്തെ മുദ്രയും തമ്മിലുള്ള ബന്ധമാണ്. നമ്മൾ കഴിഞ്ഞ 2 എപ്പിസോഡിൽ 5ാമത്തെ മുദ്ര വ്യക്തമായിട്ട് പഠിച്ചു. 5ാമത്തെ മുദ്ര നമ്മൾ പഠിച്ചപ്പോൾ തന്നെ നമ്മൾ ഒരു കാര്യം നമ്മൾ മനസ്സിൽ ഉൾക്കൊണ്ടു. 5ാമത്തെ മുദ്രയ്ക്ക് 2 ഘട്ടമുണ്ട്. ആദ്യം 1860 വർഷക്കാലം പാപ്പാത്വത്തിൻ്റെ ഭരണത്തിന് കീഴിൽ
രക്തസാക്ഷികളാകുന്ന വിശ്വാസികൾ. പക്ഷെ ആ വാക്യത്തിൽ ആ മുദ്ര തന്നെ പറയുന്നുണ്ട്, ഇനിയും കുറച്ചു പേരും കൂടി എന്നിൽ ചേർന്ന് വരെ നീ വിശ്രമിച്ചു കൊള്ളുക. അപ്പോൾ വീണ്ടും രണ്ടാം തരമാണ്. അവിടെ വേറെ ഉണ്ടായിരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, നീ എത്രത്തോളം ന്യായവിധി നടത്താതെയും പ്രതികാരം നടത്താതെയും ഇരിക്കുക. അതാണ് നമ്മൾ വെളിപ്പാട് പ്രവചനം 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ കണ്ടത്. രണ്ട് ചോദ്യമാണ് 5-ാമത്തെ മുദ്രയിൽ ചോദിച്ചത്. നീ എത്രത്തോളം ന്യായവിധി നടത്താതെയും, രണ്ടാമത്തെ കാര്യം പ്രതികാരം നടത്താതെയും. അങ്ങനെ ആകുമ്പോൾ 6-ാമത്തെ മുദ്രയ്ക്കും 2 ഘട്ടം. അവിടെ ചോദ്യം, നീ എത്രത്തോളം ന്യായവിധി നടത്താതെയും പകരം കൊടുക്കാതെയും. അതേപോലെ 6-ാമത്തെ മുദ്ര 1-ാമത്തെ ഭാഗം ന്യായവിധി വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ്. 6-ാമത്തെ മുദ്രയുടെ 2-ാമത്തെ ഭാഗം ദൈവം പകരം ചെയ്യാൻ പോകുന്നു എന്നതിൻ്റെ അടയാളമാണ്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? 6-ാമത്തെ മുദ്രയിൽ 2 ഫേസസ് ഉണ്ടായിരുന്നു, 2 ഘട്ടമുണ്ടായിരുന്നു. 1260 വർഷക്കാലം ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ പാപ്പാത്വത്തിന് തിരിച്ച് അതിൻ്റെ പരിപൂർണ്ണ അധികാരം ലഭിക്കുന്ന സമയത്ത്, മരണകരമായ മുറിവ് അതിനെ പരിപൂർണമായിട്ട് പൊറുക്കുന്ന സമയത്ത് ആകുന്നു അത് സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ 5-ാം മുദ്രയ്ക്ക് 2 ഘട്ടമുണ്ടെങ്കിൽ 6-ാമത്തെ മുദ്രയ്ക്കും 2 ഘട്ടം ഉണ്ടാകണം. അവിടെ ആ 5-ാമത്തെ മുദ്ര ചോദിച്ച 2 ചോദ്യങ്ങൾ, നീ എത്രത്തോളം പകരം ചെയ്യാതെയും ന്യായവിധി നടത്താതിരിക്കും. അപ്പോൾ 6-ാമത്തെ മുദ്രയ്ക്കും ഇതേപോലെ 2 ഘട്ടമുണ്ട്. ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത്, ആദ്യത്തെ ചോദ്യം, നീ എത്രത്തോളം ന്യായവിധി നടത്താതിരിക്കും എന്നുള്ളതിൻ്റെ ഉത്തരമാണ്. ന്യായവിധി തുടങ്ങുന്നതിന് മുൻപ് ഉള്ള അടയാളമാണ് 6-ാമത്തെ മുദ്രയുടെ 1-ാമത്തെ ഘട്ടം. 6-ാമത്തെ മുദ്രയുടെ 2-ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് പകരം ചെയ്യുന്നതിന് മുൻപ് ഉള്ള അടയാളങ്ങളാണ്. 5-ാമത്തെ മുദ്രയുടെ 1 ഘട്ടം നടന്നു കഴിഞ്ഞതുപോലെ 6-ാമത്തെ മുദ്രയുടെ 1 ഘട്ടം നടന്നു കഴിഞ്ഞു. അതിലാണ് ഇന്ന് നമ്മൾ ശ്രദ്ധ ചെലുത്താൻ പോകുന്നത്. 5-ാമത്തെ മുദ്ര 1 ഘട്ടം ഇനി നടക്കാൻ പോകുന്ന പോലെ 6-ാമത്തെ മുദ്രയുടെ 1 ഘട്ടം ഇനി നടക്കാനിരിക്കും. 5-ാമത്തെ മുദ്രയിൽ ഒന്നും ആവർത്തിക്കപ്പെടുന്നില്ല. ഇറ്റ്സ് നോട്ട് എ ഡ്യുവൽ ഫുൾഫിൽമെന്റ് ഓഫ് പ്രോഫസി. ഒരു പ്രവചനം വീണ്ടും നിറവേറുന്നതല്ല, രണ്ടും വ്യത്യസ്ത പ്രവചനമാണ്. അതേപോലെ 6-ാമത്തെ മുദ്രയ്ക്കും ഒരു പ്രവചനവും ഒന്നുകൂടെ നടക്കാൻ പോകുന്നില്ല. ഞാൻ കുറച്ചുകൂടി അക്ഷരാർത്ഥത്തിൽ പറയാം. സൂര്യൻ ഒരിക്കൽ കൂടി കരിമ്പിടം പോലെ കറക്കത്തില്ല. ചന്ദ്രൻ ഒരിക്കൽ കൂടി രക്തതുല്യമാകുകയില്ല. നക്ഷത്രം ഒരിക്കൽ കൂടി മഴ പോലെ പെയ്യുകയില്ല. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് ഇമ്പോർട്ടൻറ്റ് ഫാക്ട്. ഇന്ന് ചിലർ വിചാരിച്ചിരിക്കുന്ന അപ്രകാരമാണ്. ഞാൻ 5-ാമത്തെ മുദ്രയിൽ ഡ്യുവൽ പ്രോഫസി ഫുൾഫിൽമെൻറ്റ് ഇല്ലാത്തതുപോലെ 6-ാമത്തെ മുദ്രയ്ക്കും അപ്രകാരമുള്ള ഫുൾഫിൽമെൻറ്റ് ഇല്ല. 6-ാമത്തെ മുദ്രയിൽ നടന്ന ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത്, നീ എത്രത്തോളം ന്യായവിധി നടത്താതിരിക്കും. അതിനുള്ള ഉത്തരമാണ്, സൂര്യൻ കരിമ്പിടം പോലെ കറക്കുന്നു, ചന്ദ്രൻ രക്തതുല്യമാകുന്നു, അതേപോലെ 3-ാമത്തെ കാര്യം, ആകാശ നക്ഷത്രം മഴ പോലെ പെയ്യുന്നത്. ഈ 3 കാര്യവും ആവർത്തിക്കില്ല. ഇത് ഒരിക്കൽ സംഭവിച്ചതാണ്, ഇനി ഇത് സംഭവിക്കത്തില്ല. ഇനി നടക്കാൻ പോകുന്ന കാര്യമാണ് നമ്മൾ വെളിപ്പാട് പ്രവചനത്തിൽ കാണാൻ പോകുന്നത്. അപ്പം ഞാൻ ഒന്നുകൂടെ ആ പ്രവചനം നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം. 6-ാമത്തെ മുദ്രയുടെ 12ഉം 13ഉം വാക്യങ്ങൾ നടന്നു കഴിഞ്ഞതാണ്. 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ഇനി നടക്കാൻ പോകുന്നതുമാണ്. ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കുന്നു. വെളിപ്പാട് പ്രവചനം 6-ാം അധ്യായത്തിൻ്റെ 12ഉം 13ഉം നടന്നു കഴിഞ്ഞതും 14 മുതൽ 17 വരെ ഇനി നടക്കാൻ പോകുന്നതുമാണ്. 6-ാമത്തെ സഭ എന്ന് പറയുമ്പോൾ ഫിലാദൽഫ്യ സഭയാണ്. ആ സഭയിൽ നമ്മൾ എന്താണ് കണ്ടത്? ഒരു വാതിൽ തുറക്കുന്നു. ദൈവം ഒരു വാതിൽ തുറന്ന് ആർക്കും അടയ്ക്കാൻ സാധിക്കില്ല. ദൈവം ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറക്കാൻ സാധിക്കില്ല എന്നവിടെ പറയുന്നു. ഏതിലേക്കുള്ള വാതിലാണ് തുറന്നത്? അതിവിശ്വസനം എന്തിലേക്കാണ് നമ്മളെ നയിക്കുന്നത്? പരിശോധന, ന്യായവിധി. 6-ാമത്തെ മുദ്രയിലും അതിനുശേഷം വെളിപ്പാട് പ്രവചനം 7-ാം അധ്യായത്തിൽ 1,44,000 പേരെ കുറിച്ച് പറയുന്നു. ഈ 1,44,000 പേരാണ് മുദ്രയിടുന്നത്. ദൈവം എങ്ങനെയാണ് മുദ്രയിടുന്നത്? അവരെ ന്യായം വിധിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അവിടെയും ഒരു ന്യായവിധി കാണാൻ സാധിക്കും. 6-ാമത്തെ കാഹളം എന്ന് പറയുന്നത് നിയമപെട്ടകത്തിൻ്റെ ഒരു ദർശനമാണ്. നിയമപെട്ടകം എവിടെയാണ്? അതിവിശ്വസനം. അപ്പോൾ ക്രിസ്തു എവിടെയാണ് ന്യായവിധിക്കുന്ന സമയത്ത്? അതിവിശ്വസനം. അപ്പോൾ ഈ 3 കാര്യങ്ങളും, 6-ാമത്തെ സഭ, 6-ാമത്തെ മുദ്ര, 6-ാമത്തെ കാഹളം, ഈ 3 കാര്യങ്ങൾ നമുക്ക് ഒരേ ഒരു കാര്യം മാത്രം പറഞ്ഞു തരുന്നു: പരിശോധന, ന്യായവിധി. അതിവിശുദ്ധ സ്ഥലവുമായിട്ടും ബന്ധിപ്പിക്കുന്നു. വളരെ വളരെ താല്പര്യജനകം തന്നെയാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. വെളിപ്പാട് പ്രവചനം 6-ാം അധ്യായത്തിൽ ഇത് ചില ഫാക്ട്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. 2 ഭൂമി കുലുക്കം. ഞാൻ നേരത്തെ പറഞ്ഞു 6-ാം മുദ്രയ്ക്ക് 2 ഘട്ടമുണ്ട്. 6-ാമത്തെ മുദ്രയിൽ 2 ഭൂമി കുലുക്കം നമുക്ക് കാണാൻ സാധിക്കുന്നു. 6-ന്റെ ആരംഭത്തിലും 6-ന്റെ അവസാനത്തിലും.
ആദ്യത്തെ ഭൂമി ഉൽക്കം വന്ന ആരംഭത്തിലാണ്, രണ്ടാമത്തത് ഏറ്റവും അവസാനമാണ്, അല്ലെങ്കിൽ 6-ാം മുദ്രയുടെ അവസാനമാണ്. ആദ്യത്തെ ഭൂമി ഉൽക്കം നമുക്ക് കാണാൻ സാധിക്കുന്നത് 12-ാം വാക്യത്തിലാണ്. ഏറ്റവും അവസാനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 14-ാം വാക്യത്തിലാണ്. അതിലേക്ക് നമ്മൾ പിന്നെ കടക്കുന്നുണ്ട്. ഈ രണ്ടാമത്തെ ഭൂമി ഉൽക്കം തന്നെയാണ് വെളിപ്പാട് പ്രവചനം 16-ാം അധ്യായം 18-ലും 20-ലും കൂടുതൽ വ്യക്തതയോടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അല്ലെങ്കിൽ വേറൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ വെളിപ്പാട് പ്രവചനം 6-ാം അധ്യായം 14-ലും വെളിപ്പാട് പ്രവചനം 16-ാം അധ്യായം 18-ഉം 20-ഉം ഒരേ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു, ഒരേ ഭൂമികുലുക്കത്തെ കുറിച്ച് സംസാരിക്കുന്നു. ഇനി ഭാവിയിൽ നടക്കാൻ പോകുന്ന ഭൂമികുലുക്കത്തെ കുറിച്ച് സംസാരിക്കുന്നു. ഇനി അതിൽ നിന്നും ഒരു പോയിന്റും കൂടി ഞാൻ ഉൾക്കൊള്ളുന്നു. 6-ാമത്തെ കാഹളം എന്ന് പറയുന്നത്, ക്ഷമിക്കണം, 6-ാമത്തെ ബാധയുടെ സംബന്ധിക്കുന്ന വാക്യമാണ് വെളിപ്പാട് പ്രവചനം 16-ന്റെ 18-ഉം 20-ഉം. അപ്പോൾ 6-ാമത്തെ മുദ്ര എപ്പോൾ അവസാനിക്കും? ബാധയുടെ സമയത്ത്. 6-ാമത്തെ ബാധയുടെ സമയം കഴിയുമ്പോഴാണ്, ക്ഷമിക്കണം, 7-ാമത്തെ ബാധയുടെ സമയം കഴിയുമ്പോഴാണ് അത് അപ്രകാരം സംഭവിക്കുന്നത്. 6-ാമത്തെ ബാധയല്ല, 7-ാമത്തെ ബാധ. അപ്പോൾ 6-ാമത്തെ മുദ്ര 1755 മുതൽ അന്ത്യ 7 ബാധയുടെ കാലഘട്ടം വരെയാണ്. 7 ബാധ എപ്പോൾ സംഭവിക്കുന്നു? കൃപയുടെ കാലം സമാപിച്ചതിന് ശേഷം. അപ്പോൾ 6-ാമത്തെ മുദ്ര എപ്പോഴേ അവസാനിക്കുള്ളൂ? കൃപയുടെ കാലം സമാപിച്ചതിന് ശേഷം. നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്ന ഏത് കാലഘട്ടമാണ്? 6-ാമത്തെ മുദ്രയുടെ കാലഘട്ടം. വെളിപ്പാട് പ്രവചനം 16-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിലുള്ള ഭൂമി ഉൽക്കം എന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിൽ മാത്രം ഉണ്ടായതാണ്. പക്ഷേ 14-18 ലോകമെമ്പാടും ഇനി ഇതിനുമേൽ വലിയൊരു ഭൂമി ഉൽക്കം ഇനി ലോകത്ത് ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ ഈ മുദ്രയുടെ 2 ഘട്ടം നമ്മൾ പഠിച്ച രണ്ട് കാര്യങ്ങൾ. 6-ാമത്തെ മുദ്രയ്ക്ക് 2 ഭൂമി ഉൽക്കമുണ്ട്. ഒരു ഭൂമി ഉൽക്കം നടക്കാൻ പോകുന്ന 7-ാമത്തെ ബാധയിലാണ്. അപ്പോൾ ഇത് ബാധയുടെ സമയം വരെ നിൽക്കുന്നു. രണ്ടാമത്തെ കാര്യം, ബാധ വരുന്നത് കൃപയുടെ കാലം സമാപിച്ചതിന് ശേഷമാണ്. 6-ാമത്തെ മുദ്ര അപ്പോൾ കൃപയുടെ കാലം സമാപിക്കുന്നവരെ, അല്ലെങ്കിൽ 1755 മുതൽ കൃപയുടെ കാലം സമാപിക്കുന്നവരെ 7-ാമത്തെ ബാധയുടെ കാലഘട്ടം വരെ നമ്മളായിരിക്കുന്നു. നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നത് 6-ാമത്തെ മുദ്രയാണ്. വെളിപ്പാട് നമുക്കൊന്ന് വ്യക്തമായിട്ട് കാണാം. ആ 2-ാമത്തെ ഭൂമി ഉൽക്കം നമുക്കൊന്ന് വായിക്കാമോ? വെളിപ്പാട് പ്രവചനം 6-ാം അധ്യായം 14-ാം വാക്യം. ഞാൻ പറഞ്ഞു 2 ഭൂമി ഉൽക്കമുണ്ട്. നമുക്ക് ഇനി തിരുവചനത്തിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കാം. പുസ്തക ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി, എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. എന്ത് ചെയ്യുന്നു? എല്ലാ മലയും എല്ലാ ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. ഇതേ പ്രയോഗം നമുക്ക് വേറെ എവിടെയും കാണാം. വെളിപ്പാട് പ്രവചനം 16-ാം അധ്യായം 18-ഉം 20-ഉം. വെളിപ്പാട് പ്രവചനം 16-ാം അധ്യായം 18-ഉം 20-ഉം. മിന്നലും നാദവും ഇടിമുഴക്കവും വലിയ ഭൂകമ്പവും ഉണ്ടായി. ഭൂമിയിൽ മനുഷ്യർ ഉണ്ടായത് മുതൽ അതേപോലെ അത്ര വലിയൊരു ഭൂകമ്പം ഉണ്ടായിട്ടില്ല. സകല ദ്വീപും ഓടിപ്പോയി, മലകൾ കാണാനില്ലാതെ. എന്ത് ചെയ്യുന്നു? ദ്വീപ് ഓടിപ്പോയി, മലകൾ കാണാനില്ലാതെ. അത് തന്നെയല്ലേ വെളിപ്പാട് 6-ന്റെ 14-ഉം വായിച്ചത്? എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. അപ്പോൾ 6-ാമത്തെ മുതൽ എന്തുണ്ട്? ഭൂമി ഉൽക്കം. 2 ഭൂമി ഉൽക്കം. 1-ാമത്തത് കഴിഞ്ഞുപോയി, 2-ാമത്തെ ഭൂമി ഉൽക്കം 7-ാമത്തെ ബാധയുടെ കാലഘട്ടത്തിലും ദൈവം നമുക്ക് വ്യക്തമാക്കി പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും വ്യക്തമായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം എന്തിനാണ് ഈ 6-ാമത്തെ മുതൽ ഇത്രത്തോളം അടയാളങ്ങൾ നമുക്ക് തന്നത്? ഭൂമി ഉൽക്കം തന്നു, സൂര്യൻ കരിമ്പിടും പോലെ കറക്കും എന്ന് പറഞ്ഞു, ചന്ദ്രൻ രക്തതുല്യമായി പോകും എന്ന് പറഞ്ഞു, അതേപോലെ ആകാശ നക്ഷത്രങ്ങൾ ഇങ്ങനെ വീഴും എന്ന് പറഞ്ഞു. ഇതെല്ലാം അതിൻ്റെ ഉദ്ദേശം എന്താണ്? ഈ ഉദ്ദേശങ്ങളെല്ലാം നിറവേറി എന്നുള്ളതാണ് അതിൻ്റെ പ്രാധാന്യം. 1-ാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഇത് 1260 വർഷക്കാലം ഉണ്ടാകുന്ന ആ വലിയ പ്രതിസന്ധി, ആ വലിയ കഷ്ടകാലത്തിൻ്റെ അവസാനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അല്ലെങ്കിൽ അതിൻ്റെ അവസാനം വരാൻ പോകുന്നു എന്നുള്ളൊരു അനൗൺസ്മെൻ്റ് ആയിരുന്നു, എന്നൊരു പ്രഖ്യാപിക്കലായിരുന്നു ഈ അടയാളങ്ങൾ. അപ്പോൾ 1-ാമത്തെ കാര്യം 1260 വർഷം അല്ലെങ്കിൽ ആ കഷ്ടകാലം. അത് നമുക്ക് വേറെ എവിടെയും കാണാൻ സാധിക്കും. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 29-ാം വാക്യം. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 29-ാം വാക്യം. ആ വാക്യം കൂടി ഞാൻ എടുത്ത് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മത്തായി 24-ന്റെ 29. എന്താണ് ആ വാക്യം പറയുന്നത്?
ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾ ഇളകി പോകും. അപ്പോൾ ആ കാലഘട്ടത്തിലെ കഷ്ടം കഴിഞ്ഞവിടെ ഈ തിരുവചനം എന്ന് പറയുന്നത് അതിനൊരു ഡ്യുവൽ ഫുൾഫിൽമെൻ്റ് ഉണ്ട്. ഇത് ഈ ക്ലാസ്സിൻ്റെ എനിക്ക് തോന്നുന്നു അടുത്ത എപ്പിസോഡിലാണ്. അടുത്ത എപ്പിസോഡിൽ നമ്മൾ എത്തുമ്പോൾ അതിൻ്റെ പരിപൂർണ്ണ അർത്ഥത്തിലേക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഈ കഷ്ടകാലത്തെക്കുറിച്ച് അതേ അധ്യായത്തിൽ തന്നെ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ വിവരണം നമുക്ക് നൽകുന്നുണ്ട്. മത്തായി 24-ന്റെ 21-ഉം 22-ഉം ലോകാരംഭം മുതൽ ഇന്നുവരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കുന്നതുമായ വലിയ കഷ്ടം അന്നുണ്ടാകും. ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല, വൃദ്ധന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങും. അപ്പോൾ ഇവിടെ ഒരു വലിയ കഷ്ടകാലത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഈ കഷ്ടകാലം 1260 വർഷത്തെ കഷ്ടകാലം മാത്രമല്ല. എന്തുകൊണ്ട് അപ്രകാരം പറയുന്നത്? 6-ാമത്തെ മുദ്രയ്ക്ക് 2 ഘട്ടമുണ്ട്. 5-ാമത്തെ മുദ്രയ്ക്ക് 2 ഘട്ടമുള്ളതുപോലെ 6-ാമത്തെ മുദ്രയ്ക്കും 2 ഘട്ടം. ഒന്ന് 1260 വർഷം നടന്നതും ഇനി ഭാവിയിൽ നടക്കാൻ പോകുന്നു പാപ്പാത്വത്തിന് വീണ്ടും ആ അധികാരം ലഭിക്കുമ്പോൾ. മത്തായി 24-ൽ എന്താണ് വായിച്ചത്? ഇതുവരെ ഉണ്ടാകാത്തേക്കാൾ വലിയ കഷ്ടകാലം അന്നുണ്ടാകും. 1260 വർഷകാലത്തെ കഷ്ടകാലത്തേക്കാൾ കാഠിന്യമേറിയതും കൂടുതൽ ക്രൂരമായ കഷ്ടകാലം ഇനി വരാൻ പോകുന്നു. രണ്ടാമത്തെ അടയാളം, ഈ അടയാളത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? അത് പാപ്പാത്വത്തിൻ്റെ വീഴ്ചയുടെ മുന്നറിയിപ്പായിരുന്നു. എന്തായിരുന്നു പാപ്പാത്വത്തിൻ്റെ വീഴ്ച? 1260 വർഷം പാപ്പാത്വം വീഴുന്ന മുമ്പ് അതുള്ള മുന്നറിയിപ്പായിരുന്നു ഈ അടയാളങ്ങൾ. വീഴുന്നതിന് മുൻപ് വീഴുന്നതിന് ശേഷം അടയാളമായിരുന്നു. അതേപോലെ തന്നെ ഇനി വരാൻ പോകുന്ന പാപ്പാത്വത്തിൻ്റെ പുനർഭരണത്തിൻ്റെ വീഴ്ചയുടെ അടയാളം കൂടിയായിരിക്കും 6-ാമത്തെ മുദ്ര. കാരണം 6-ാമത്തെ മുദ്രയ്ക്ക് 2 ഘട്ടമുണ്ട്. They serve to draw attention to the approaching judgment in 1844. മൂന്നാമതെന്ന് പറയുന്നത് 1844 ആരംഭിക്കാൻ പോകുന്ന ന്യായവിധിയുടെ അടയാളമായിരുന്നു. കാരണം 1260 വർഷം നടന്നതിന് ശേഷമായിരുന്നു അതിൻ്റെ അവസാനം വരാൻ പോകുന്നു എന്നതിൻ്റെ അടയാളമായിരുന്നു ഈ മുദ്രകൾ. ഈ 6-ാമത്തെ മുദ്രയിലെ അടയാളങ്ങൾ. അതിൽ ഏറ്റവും അവസാനത്തെ അടയാളം നടന്നത് 1833-ലാണ്. അതിനുശേഷം 10 വർഷങ്ങൾക്ക് ശേഷമാണ് 1844-ൽ പരിശോധന ന്യായവിധി തുടങ്ങി. അപ്പോൾ ഈ ന്യായവിധി വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ മുന്നറിയിപ്പും കൂടിയായിരുന്നു അത്. വേറൊരു കാര്യം, അന്ത്യകാലം വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ്. പ്രവചനം അനുസരിച്ച് 1798 അന്ത്യകാലം. അന്നു മുതലാണ് അന്ത്യകാലം. അന്ത്യകാലം വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ അടയാളം കൂടിയായിരുന്നു ഈ അടയാളങ്ങൾ. ഇത് നമ്മൾ ആഴത്തിൽ പിന്നെ പഠിക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറയാൻ ആഗ്രഹിക്കുന്നു. അന്ത്യകാലവും കാലാന്ത്യവും രണ്ടും രണ്ടാണ്. എന്താണ്? അന്ത്യകാലവും കാലാന്ത്യവും രണ്ടും രണ്ടാണ്. ടൈം ഓഫ് ദി എൻഡും എൻഡ് ഓഫ് ദി ടൈമും രണ്ടെന്ന് പറയുന്ന പോലെ ആണ്. ടൈം ഓഫ് ദി എൻഡ് 1898 തുടങ്ങി. പക്ഷെ എൻഡ് ഓഫ് ടൈം ഇനി വരാൻ പോകുന്നേ. അപ്പോൾ ആ കാര്യം എല്ലാവർക്കും മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഏറ്റവും അവസാനമായി 5-ാമത്തെ കാരണം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ 2ാം വരവിനെ അത് വിളിച്ചു കാട്ടുന്നു. ഈ അടയാളങ്ങൾ പറയുന്ന എല്ലാ വാക്യവും നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ അതിനുശേഷം ക്രിസ്തുവിൻ്റെ മഹിമ ഉള്ള ആ 2ാം വരവാണ് അതിൽ പ്രസ്താവിക്കുന്നത്. അപ്പോൾ ഇതാകുന്നു ഈ 5 കാര്യങ്ങൾ. കഷ്ടകാലത്തിൻ്റെ അവസാനം എത്തിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു. 2 പാപ്പാത്വത്തിൻ്റെ വീഴ്ചയെ പ്രഖ്യാപിക്കുന്നു. 3 വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് പ്രഖ്യാപിക്കുന്നു. 4 കാലാന്ത്യത്തിൻ്റെ ആരംഭത്തെക്കുറിച്ച് പ്രഖ്യാപിക്കുന്നു. 5 ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനെ അത് നമുക്ക് പ്രഖ്യാപിച്ചു. ഇനി നമ്മൾ അതിൽ ഓരോ അടയാളങ്ങൾ നമ്മൾ പരിശോധിക്കാൻ പോയാണ്. ആദ്യത്തെ അടയാളം ഗ്രേറ്റ് ഓക്കെ. വെളിപ്പാട് 6 നമ്മൾ കണ്ടത് എന്തൊക്കെയാണ്? 4 അടയാളം. നമുക്ക് നമുക്ക് വായിക്കാമോ? 6:12 വെളിപ്പാട് പ്രവചനം 6-ാം അധ്യായം 12-ാം വാക്യം. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി. നമ്മൾ ആ ഓർഡറിലാണ് പോകാൻ പോകുന്നത്. എന്തുണ്ടായി? ഒരു വലിയ ഭൂകമ്പം ഉണ്ടായി. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ആ ഭൂകമ്പം
ഏത് ഭൂകമ്പത്തെക്കുറിച്ചാണ് ഇത് പ്രഖ്യാപിക്കുന്നത്? ആ ഭൂകമ്പം എന്നാണ് സംഭവിച്ചത്? ചരിത്രത്തിൽ നടന്ന ഈ ഭൂമികുലുക്കം അല്ലെങ്കിൽ ഭൂകമ്പം ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ദ ഗ്രേറ്റ് ലിസ്ബൺ എർത്ത് എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് സംഭവിച്ചത് November 1, 1755. നവംബർ 1-ാം തീയതി 1755 ഏകദേശം പ്രഭാത സമയം 9:40 ഇതുണ്ടായത്. അന്ന് അതേ ദിവസം ഓൾ സെയിൻറ്റ്സ് ഡേ എന്നുള്ള ആഘോഷമായിരുന്നു. അതുകൊണ്ട് മിക്ക പള്ളികളും നിറഞ്ഞിരുന്നു. ആ ലിസ്ബൺ ആ നഗരത്തിലെ 5 കത്തീഡ്രൽസ് അന്ന് അത് ആ ആരാധനാലയം മുഴുവനും ആരാധകരെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരുന്നു. 3 കുലുക്കമാണ് അന്നുണ്ടായത്. 10 മിനിറ്റിൻ്റെ ദൈർഘ്യത്തിൽ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ 3 കുലുക്കമാണ് ഉണ്ടായത്. ആദ്യത്തെ കുലുക്കം ഏകദേശം 2 മിനിറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് വിശ്വസിക്കുന്നത് ഏകദേശം 9.0 ആയിരുന്നു റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയത്. കാരണം ആ സമയത്ത് റിക്ടർ സ്കെയിൽ ഒന്നുമില്ലായിരുന്നു മെഷർ ചെയ്യാൻ വേണ്ടി. പക്ഷേ ഇപ്പോഴത്തെ ആ കണക്ക് വെച്ച് 9.0 ആ സമയത്ത് റിക്ടർ സ്കെയിലുണ്ടായത്. രണ്ടാമത്തെ കുലുക്കം എന്ന് പറയുന്നത് അതിനേക്കാൾ കൂടുതൽ ശക്തിയേറിയതും അത് 3.5 മിനിറ്റ് ഉണ്ടായിരുന്നു. ആദ്യത്തെ കുലുക്കം 2 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അത് 9.0 ആയിരുന്നു റിക്ടർ സ്കെയിൽ. രണ്ടാമത്തെ കുലുക്കം അതിനേക്കാൾ കൂടുതലായിരുന്നു, പക്ഷെ 3.5 മിനിറ്റ് ഉണ്ടായിരുന്നു ശക്തി. അങ്ങനെ പിന്നെ ഒരു കുലുക്കം കൂടെ ഉണ്ടായി. ഈ കുലുക്കം കണ്ടപ്പോൾ കുറച്ച് പേരെങ്കിലും രക്ഷപ്പെട്ടു. ആ ആരാധനാലയങ്ങളെല്ലാം നിറഞ്ഞ ആദ്യത്തെ കുലുക്കത്തിൽ തന്നെ മിക്കതും നശിക്കപ്പെട്ടു. രണ്ടാമത്തെ കുലുക്കത്തിൽ മിക്ക കെട്ടിടങ്ങളും കൂപ്പുകുത്തി. അങ്ങനെ അനേകർ ആ കെട്ടിടങ്ങളിൽ പെട്ട് മരിച്ചു. കുറച്ച് പേർ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു. ആ രക്ഷപ്പെട്ടവർ ഓടിയത് കടൽ തീരത്തിലേക്കാണ്. പക്ഷേ അവിടെ 40 മിനിറ്റിന് ശേഷം 60 അടി ഉയരമുള്ള സുനാമി തിരകളാൽ തീരത്ത് വന്ന് അടിച്ച് ജനത്തെയും എടുത്തുകൂടെ നഗരത്തിലും വെള്ളം കയറി. 60 അടി ഒന്നിൽ കൂടുതൽ തിരകൾ വന്നായിരുന്നു. ആദ്യത്തെ തിര തന്നെ 60 അടി ഉയരമുള്ളായിരുന്നു. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാട്ടെ എത്രത്തോളം ജീവനാണ് പോയത്. ഒരു നാശത്തിൽ നിന്നും ഓടി വന്ന് രക്ഷപ്പെട്ട് കടൽത്തീരത്തേക്ക് ഓടിപ്പോയത് രണ്ടാമത്തെ നാശത്തിലേക്കായിരുന്നു. ഈ ഭൂമികുലുക്കത്തിന് ശേഷം ക്രിസ് ലയൽ റിപ്പോർട്ട് ചെയ്തത് ആ ഭൂമികുലുക്കം വലിയൊരു പിളർപ്പ് ഭൂമിയിലുണ്ടാക്കി. ലിസ്ബൺ നഗരത്തിൻ്റെ ഏകദേശം കേന്ദ്രഭാഗത്ത് അതിൻ്റെ വണ്ണം എന്ന് പറയുന്നത് 15 അടിയായിരുന്നു. 15 ഫീറ്റ് ഫിഷർ വൈഡ് 15 ഫീറ്റ് വൈഡ് ഫിഷർ അല്ലെങ്കിൽ ഭൂമികുലുക്കത്തിൽ നിന്നുണ്ടായിരുന്ന അവിടെ ഉണ്ടായിരുന്ന പിളർപ്പ് എന്ന് പറയുന്നത് 15 അടി വണ്ണമുള്ളതായിരുന്നു. ഭൂമികുലുക്കം സുനാമി തീർന്നില്ല. വേറൊരു പ്രശ്നം കൂടി. തീയും പെട്ടെന്ന് ഗ്രൗണ്ടിൽ നിന്ന് ഓരോ ക്രാക്കിൽ നിന്നും തീ പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാൻ തുടങ്ങി. ലിസ്ബൺ നഗരത്തിൽ മാത്രം ഏകദേശം 90,000 ജനമാണ് അന്ന് മരണപ്പെട്ടത്. ഈ ഭൂമികുലുക്കത്തിൻ്റെ നാശനഷ്ടം ആ നഗരത്തിൽ മാത്രമല്ലായിരുന്നു ഉണ്ടായിരുന്നത്. ആഫ്രിക്ക, യൂറോപ്പ് എല്ലായിടത്തും ആ ഷേക്കിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ എഫക്റ്റ് ആഫ്രിക്കയിലോളം നോർത്ത് ആഫ്രിക്കയിലെ സിറ്റിയായ ഫേസും മെഗ്നസും ഈ വലിയ ഭൂമികുലുക്കത്താൽ നാശമായി. അനേക ജീവനും അവിടെ നഷ്ടമായി. ഈ ഭൂമികുലുക്കത്തിൻ്റെ എഫക്റ്റ് സ്ട്രാസ്ബർഗ് എന്ന സ്ഥലം ഏകദേശം 1100 മൈൽ ദൂരമുള്ളൊരു സ്ഥലമാണ്. അവിടെ വരെ ഈ ഭൂമികുലുക്കത്തിന് കുലുക്കം അനുഭവപ്പെട്ടു. അത്രത്തോളം ശക്തിയുള്ളതായിരുന്നു ഈ ഭൂമികുലുക്കം. വൈകുന്നേരം 6 മണിയോടെയാണ് എന്ത് ചെയ്തു? ഒരു സുനാമി കരീബിയനിലെ ബരബദോസ് ഐലൻഡിൽ വന്ന് അടിക്കുകയും ചെയ്തു. അത് ഏകദേശം 4000 മൈല് ദൂരമുള്ളതായിരുന്നു. ഈ ഭൂമികുലുക്കം അവിടെ ഉണ്ടായിരുന്നതിൽ 85% കെട്ടിടങ്ങളെയും തകർക്കുകയും ഏകദേശം 90,000 ജനത്തിൻ്റെ ജീവൻ കവരുകയും ചെയ്തു. അതിനുശേഷം ഡിസംബർ 11-ലും ഡിസംബർ 23-ലും അതേ വർഷം അടുത്ത മാസമാകുന്നു നവംബറിൽ നടന്ന് ഡിസംബറിൽ നടക്കുന്ന സമയത്ത് വീണ്ടും അനേക മരണങ്ങളും അനേക നാശനഷ്ടങ്ങളും കഷ്ടപ്പാടും ഉണ്ടായി.
ഈ ഭൂമികുലുക്കത്തിൻ്റെ ആഫ്റ്റർ എഫക്ട് അല്ലെങ്കിൽ ഈ ഭൂമികുലുക്കത്തിൻ്റെ കുലുക്കത്തിൻ്റെ അനുഭവം 1.3 മില്യൺ മൈൽസ് യൂറോപ്പിലും ആഫ്രിക്കയിലും കൂടി പോയിട്ട്. അപ്പോൾ അത്രത്തോളം വലിയൊരു കുലുക്കമായിരുന്നു. മൊറോക്കയും അൾജീരിയ എന്ന സ്ഥലത്ത് ഏകദേശം ആയിരങ്ങളാണ് ഇതിനാൽ കൊല്ലപ്പെട്ടത്. ഞാൻ നേരത്തെ പറഞ്ഞു ഈ സുനാമി, ഈ കെട്ടിടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട ഏകദേശം 20,000 ജനമാണ്. ഏകദേശം ഇതെല്ലാം എസ്റ്റിമേറ്റ്സ് ആണ്. കടൽത്തീരത്തിലേക്ക് പോയത്. അവിടെയാണ് സുനാമി വന്ന് അവരെ നശിപ്പിച്ചത്. ഏകദേശം 3 വലിയ സുനാമി തിരകളാണ് അന്ന് വന്ന് ഈ ജനത്തെ നശിപ്പിച്ചത്. അപ്പോൾ ഈ ഗ്രേറ്റ് ലിസ്ബൺ എർത്ത്ക്വേക്ക് എന്ന് പറയുന്നത് വളരെ വലിയ നാശമാണ് കൊണ്ട് വന്നത്. സഹോദരി എലൻ ജി വൈറ്റ് ഇതിനെക്കുറിച്ച് എന്ത് പ്രസ്താവിക്കുന്നു എന്ന് നമ്മൾ ചിന്തിച്ച് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ കോട്ട് വായിച്ചതിന് ശേഷം അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ ബാക്കിയുള്ള അടയാളങ്ങൾ നമ്മൾ ചിന്തിക്കുന്നു, ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ കടക്കും. These signs were witnessed before the opening of the 19th century. 19ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിന് മുൻപാണ് ഈ അടയാളങ്ങളെല്ലാം കണ്ടത്. ഇത് 1755 നടന്ന സംഭവമാണ്. അപ്പോൾ 19ാം നൂറ്റാണ്ടിൻ്റെ ആരംഭിക്കുന്നതിന് മുൻപാണ് ഇത് സംഭവിച്ചത്. In fulfillment of these prophecies there occurred in the year 1755. ഈ പ്രവചനത്തെ നിറവേറ്റില്ലെന്ന് വണ്ണം 1755 the most terrible earthquake that has ever been recorded. 1755 നടന്ന ആ വലിയ ഭൂമികുലുക്കമാണ് അതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ ഭൂമികുലുക്കമാണ് ആ പ്രവചനത്തിൻ്റെ നിറവേറ്റൽ. Though commonly known as the earthquake of Lisbon, അതിനെ സാധാരണയായിട്ട് അറിയപ്പെടുന്നത് ലിസ്ബൺ എർത്ത്ക്വേക്ക് എന്നാണ്. ഇറ്റ് എക്സ്റ്റെൻഡ് ടു ദ ഗ്രേറ്റർ പാർട്ട് ഓഫ് യൂറോപ്പ്. പക്ഷെ അവിടെ മാത്രമല്ല, യൂറോപ്പ്, ആഫ്രിക്ക ആൻഡ് അമേരിക്ക, യൂറോപ്പ്, ആഫ്രിക്ക, അമേരിക്ക എന്നീ രാജ്യങ്ങൾ വരെ അത് അനുഭവപ്പെട്ടു. ഇറ്റ് വാസ് ഫെൽറ്റ് ഇൻ ഗ്രീൻലാൻഡ് എന്ന ദേശത്ത്, വെസ്റ്റ് ഇൻഡീസിൽ, ഇൻ ദി ഐലൻഡ് ഓഫ് മഡേറിയ, ഇൻ നോർവേ, സ്വീഡൻ, ഗ്രേറ്റ് ബ്രിട്ടൻ ആൻഡ് അയർലൻഡ്. ഇത് എവിടെയൊക്കെയാണ്? മഡേറിയ, നോർവേ, സ്വീഡൻ, ബ്രിട്ടൻ, അയർലൻഡ്. താല്പര്യജനം എന്ന് പറയട്ടെ, ഈ രാജ്യങ്ങളിലെല്ലാം 1260 വർഷക്കാലം പാപ്പാത്വത്തിൻ്റെ കേന്ദ്ര സ്ഥലങ്ങളായിരുന്നു. ഇവിടെ വച്ച് അനേക ക്രിസ്ത്യാനികളെ അവർ കൊന്നൊടുക്കിയത്. അവിടെ വച്ചാണ് ഈ വലിയ ഭൂമിയിലൊക്കെ ഉണ്ടായത്. റോമൻ കത്തോലിക്കരുടെ ആരാധനാലയങ്ങളാണ് ഈ ഗ്രേറ്റ് ലിസ്ബൺ എർത്ത്ക്വേക്കിൽ നശിപ്പിക്കപ്പെട്ടത്. In Africa, the shock was almost as severe as Europe. യൂറോപ്പിലുള്ളപ്പോൾ അത്രത്തോളം ശക്തമായിരുന്നത് ആഫ്രിക്കയിൽ. A great part of Algiers was destroyed. അൾജീരിയ എന്ന സ്ഥലത്ത് ദേശത്തിൻ്റെ ഏകദേശ ഭാഗങ്ങൾ നശിപ്പിക്കപ്പെട്ടു. ആൻഡ് എ ഷോർട്ട് ഡിസ്റ്റൻസ് ഫ്രം മൊറോക്കോ എന്ന രാജ്യത്ത് നിന്ന് കുറച്ച് ഭാഗങ്ങൾ. എ വില്ലേജ് കണ്ടെയ്നിങ് 8,000 or 10,000 inhabitants were swallowed up. ഒരു ഗ്രാമത്തിൽ 8,000 or 10,000 വാസികളുണ്ടായിരുന്ന ഒരു ഗ്രാമം മുഴുവനും ഭൂമി വിഴുങ്ങി. അപ്പോൾ ഈ പ്രകൃതി ദുരന്തത്തിൻ്റെ ആഴമാണ് നമ്മളിവിടെ കാണുന്നത്. എ വാസ്റ്റ് വേവ് swept over the coast of Spain and Africa, engulfing cities and caused destruction. ഭൂമിയിലൊക്കെ മാത്രമല്ല, എന്തുകൊണ്ട് സുനാമി ഉണ്ടായി. അപ്പോൾ ഒരു വലിയൊരു തിരമാല സ്പെയിനിൻ്റെയും ആഫ്രിക്കയുടെയും കോസ്റ്റൽ ഏരിയാസ് അല്ലെങ്കിൽ തീരപ്രദേശങ്ങളും നഗരങ്ങളെല്ലാം നശിപ്പിച്ചു. It was in Spain and Portugal the shock manifested in extreme violence. ഭൂമികുലുക്കത്തിൻ്റെ ഏറ്റവും രൗദ്രഭാവം അനുഭവപ്പെട്ടത് സ്പെയിനിലും പോർച്ചുഗലുമാണ്. At Cadiz, the inflowing waves was said to be 60 feet high. കാഡിസ് എന്ന സ്ഥലത്ത് വരുന്ന തിരമാലകൾ എന്ന് പറയുന്നത് ഏകദേശം 60 അടി ഉയരമായിരുന്നു. Mountains, some of the largest in Portugal, were impetuously shaken. പോർച്ചുഗൽ രാജ്യത്തുണ്ടായിരുന്ന ഏറ്റവും ഉയർന്ന ഏറ്റവും വലിയ പർവ്വതങ്ങൾ വരെ കുലുക്കപ്പെട്ടു. As it were from this very foundation, some of them opened at the summit, which were split and ran into a wonderful manner. Huge masses of them being thrown down into the adjacent valleys. Flames are related to have issued from this mountain. എന്ത് സംഭവിച്ചു? അതിൻ്റെ പർവ്വതത്തിൻ്റെ കൊടുമുടിയിൽ നിന്നും അവിടെ മുതൽ പർവ്വതങ്ങൾ വീണ്ടും കീർത്തി. അതിലുള്ള വലിയ വലിയ കഷ്ണങ്ങൾ അടുത്തുള്ള താഴ്വരയിലേക്ക് മറിഞ്ഞു.
ഈ പർവ്വതത്തിൽ നിന്നാണ് തീ ഉണ്ടാകാൻ സാധ്യത ഉണ്ടായിരുന്നെന്നാണ് ചില ജിയോളജിസ്റ്റ് പറയുന്നത്. കോട്ട അവിടെ തീർന്നില്ല. ഇതെല്ലാം ഗ്രേറ്റ് കോൺട്രവേഴ്സി 304, 305 പുറത്തിൽ നിന്നും ഞാൻ എടുക്കുന്ന കോട്ടാണ്. അറ്റ് ലിസ്ബൺ എ സൗണ്ട് ഓഫ് തണ്ടർ വാസ് ഹേർഡ് അണ്ടർഗ്രൗണ്ട്. ലിസ്ബൺ നഗരത്തിൽ ഒരു വലിയ ഇടിമുഴക്കമായിരുന്നു ഭൂമിയുടെ ഉള്ളിൽ അവർക്ക് അനുഭവപ്പെട്ടത്. ആൻഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർവേർഡ് എ വയലന്റ് ഷോക്ക് ത്രൂ ഡൗൺ ദ ഗേറ്റ് പാർട്ട് ഓഫ് സിറ്റി. അതിനുശേഷം ഒരു വലിയൊരു കുലുക്കത്താൽ നഗരത്തിന്റെ വലിയൊരു ഭാഗം നശിപ്പിക്കപ്പെട്ടു. ഇൻ ദ കോഴ്സ് ഓഫ് അബൌട്ട് 6 minutes 60,000 പീപ്പിൾ പെരിഷ്ഡ്. 6 മിനിറ്റ് കൊണ്ട് 60,000 ജനമാണ് നശിച്ചത്. ദ സീ ഫസ്റ്റ് റിട്ടയർഡ്. സുനാമിക്ക് മുമ്പ് ഇതാണ് സംഭവിക്കുന്നത്. ആദ്യം എന്ത് ചെയ്യുന്നു? കടൽ ഉൾവലിഞ്ഞു. സീ ഫസ്റ്റ് റിട്ടയർഡ് ആൻഡ് ലേ ദ ബാർ ഡ്രൈ. അങ്ങനെ കുറെ കരഭാഗം എന്ത് ചെയ്തു? ഉണങ്ങി നിലമേ മാറി. ആൻഡ് ദെൻ റോൾഡ് ഇൻ റൈസിംഗ് 50 feet ഓർ മോർ എബോവ് സോണിൽ. അതിനുശേഷം ഉൾവലിഞ്ഞ ശേഷം തിരമാല 55 അടിയോ അതിന് ഉയരവും അതിനേക്കാൾ മേൽ ഉയരമുള്ളതായി തിരകളായി വന്ന് അടിച്ചു. Among other extraordinary events later occurred at the Lisbon during the catastrophe was the subsidence of a new quay built entirely of a marble. അങ്ങനെ വലിയ മാർബിൾ കൊണ്ടുണ്ടായിരുന്ന വലിയ അവിടുത്തെ കെട്ടിടം, വലിയ ചെലവുള്ള കെട്ടിടം നശിപ്പിക്കപ്പെട്ടു. എ ഗ്രേറ്റ് കൺകോഴ്സ് ഓഫ് പീപ്പിൾ ഹാഡ് കളക്ടഡ് there for safety as a spot where they might be beyond the reach of the falling ruins. But suddenly the quay sank down with all the people in it, and not one of the dead bodies were ever floated to the surface. അവിടെ ഈ വലിയ ക്വേയിൽ എന്ത് ചെയ്തു? ആൾക്കാരെല്ലാം കുമിഞ്ഞുകൂടി. ഇവിടെ രക്ഷപ്പെടും, ഇവിടെ ഭൂമിയുൽക്കത്തിന്റെ നാശം ഉണ്ടാകില്ല, ഇവിടെ കടൽത്തര വരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ അത് മുങ്ങി. അതിൽ ഇരുന്ന ജനത്തോടൊപ്പം അതിൽ ഒരാളുടെ ശരീരം പോലും സൂര്യവെളിച്ചം പിന്നെ കണ്ടില്ല. The shock of the earthquake was instantly followed by the fall of every church and convent and almost all large public buildings and more than 1/4 of the houses. ഈ ഭൂമികുലുക്കത്താൽ മിക്ക സഭകളും അല്ലെങ്കിൽ ചർച്ചുകളും കൺവെന്റുകളും അതേപോലെ വലിയ വലിയ ജനം കൂടുന്ന കെട്ടിടങ്ങളും 4/1 വീടുകളും നശിപ്പിക്കപ്പെട്ടു. In about 2 hours after the shock, fires broke out in different corners. ഭൂമികുലുക്കത്തിന് 2 മണിക്ക് ശേഷമാണ് പലയിടത്തും തീ പൊട്ടിപ്പുറപ്പെട്ടത്. അതിനുശേഷം അവിടെ പറയുന്നത് ആൻഡ് raged with such violence for the space of nearly 3 days. 3 ദിവസത്തോളമാണ് ഈ അഗ്നി നശിപ്പിച്ചത്, കത്തി നശിപ്പിച്ചത്. ആൻഡ് ദാറ്റ് സിറ്റി വാസ് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ്ഡ്. അങ്ങനെ നഗരം ശൂന്യമായി. ദി earthquake happened on a holiday when churches and convents were full of people and very few of them escaped. അത് നടന്ന ദിവസം എന്ന് പറയുന്നത് ഒരു ഹോളിഡേ. ഞാൻ ഓൾ സെയിൻസ് ഞാൻ നേരത്തെ പറഞ്ഞു. എന്നാൽ സഭകളിൽ ജനങ്ങൾ കൂടിയിരുന്നു, വളരെ ചുരുക്കം പേർ മാത്രമാണ് രക്ഷപ്പെട്ടത്. The terror of the people was beyond description. ജനത്തിന് ഭീതി എന്ന് പറയുന്നത് വിവരണത്തിന് അതീതമായിരുന്നു. Nobody wept. It was beyond tears. ആരും കരഞ്ഞില്ല, ആരും വിതമ്പിയില്ല. കാരണം കണ്ണുനീരിനും അപ്പുറമായിരുന്നു അവരുടെ ദുഃഖം. They ran hither and thither, delirious with horror. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭീതിയാൽ ഓടി. Mothers forgot the children and ran about loaded with crucified images. മാതാക്കന്മാർ അവരുടെ മക്കളെ മറന്നു, അത്രത്തോളം ഭീതിയായിരുന്നു. അവർ ഓടി. ഇതേപോലെ അവർ ആരാധിക്കുന്ന കുരിശും പല ഇമേജസും റെലിക്സും ഇതെല്ലാം കൊണ്ട് ഓടി. ഓക്കെ, പിന്നെ അവിടെ hither and thither, delirious with horror and astonishment, beating their faces and breast, crying misericordia, the world is at end, and many run to churches for protection, but in vain was the sacrament exposed. ഞാൻ നേരത്തെ വായിക്കാത്ത ലൈന് കൂടി കൂട്ടിച്ചേർത്ത് ഞാൻ വായിച്ചതാണ്. അവരോട് എന്ത് സംഭവിച്ചു? ജനമെല്ലാം ലോകത്തിന് അവസാനം വന്നിരിക്കുന്നു പറഞ്ഞു നിലവിളിച്ചു. അങ്ങനെ മതങ്ങളുടെ കുട്ടികളെ മറന്നു. ഇമേജസും ഈ ആരാധന വസ്തുക്കളെല്ലാം കൊണ്ട് അവർ സഭകളിലേക്ക്, ചർച്ചുകളിലേക്ക്, ആരാധനാലയങ്ങൾക്ക് ഓടി രക്ഷപ്പെടാൻ വേണ്ടി. പക്ഷേ ആരും രക്ഷപ്പെട്ടില്ല. In vain did the poor creatures embrace the altars, images, priests and people were buried in one common ruin.
നിർഭാഗ്യവശാൽ എല്ലാവരും ആശ്രയിച്ചത് പല അൾത്താരകളിലും പല പ്രതിമകളിലും പുരോഹിതന്മാരുമാണ്. പക്ഷെ ജനമെല്ലാം ഒരുമിച്ച് നശിച്ചു. ഇറ്റ് ഹാസ് ബീൻ എസ്റ്റിമേറ്റഡ് ദാറ്റ് 90,000 persons lost their lives on that fatal day. 90,000 ആണ് അന്ന് മരണപ്പെട്ടത്. ഞാനിവിടെ ഇത് അവസാനിപ്പിക്കുകയാണ്. അത്രത്തോളം വലിയ നാശനഷ്ടം. പക്ഷെ ദൈവം ഇതെല്ലാം തിരുവചനത്തിൽ മുൻകൂട്ടി പറഞ്ഞു. തിരുവചനം അവർക്കറിയാമെന്നെങ്കിൽ, അന്നുണ്ടായിരുന്ന നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ വാക്കുകൾ അവർ കേട്ടിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഇതൊന്നും അവർക്ക് സംഭവിക്കത്തില്ല. നമുക്കും ഇതേപോലെ വലിയ നാശനഷ്ടങ്ങൾ, അന്നുണ്ടായതിനേക്കാൾ വലിയ നാശനഷ്ടങ്ങൾ, വലിയ പ്രകൃതി ദുരന്തങ്ങൾ, വലിയ കഷ്ടപ്പാടുകൾ ആണ് തിരുവചനം പറഞ്ഞിരിക്കുന്നത്. അതിൽ നമ്മൾ നശിക്കാനുള്ളവരാണ്? ഒരിക്കലുമല്ല. ദൈവം ഇതിനേക്കാൾ വലിയ നാശനഷ്ടങ്ങൾ നമുക്ക് ഉണ്ടാകുമെന്ന് തിരുവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സുരക്ഷ എവിടെയാണ്? ദൈവത്തിൽ മാത്രമാണ്. നമുക്ക് അവന് സമർപ്പിക്കാം. അടുത്ത എപ്പിസോഡ് വരെ ദൈവം നമ്മൾ കാക്കട്ടെ. നമ്മൾ ഈ 6ാമത്തെ മുദ്രയുടെ തുടർച്ച നമ്മളിപ്പോൾ പഠിക്കുന്നതായിരിക്കും. നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗ്ഗത്തിൽ വസിക്കുന്ന അടിയങ്ങളെ വാസിയുടെ പിതാവേ, അടിയങ്ങളുടെ സന്നിധിയിലേക്ക് പിതാവെ കടന്നു വരുന്നു. ദൈവം അടിയങ്ങളെ ശക്തീകരിച്ച കൃപയെ ദൈവത്തെ സ്തുതിക്കുന്നു. പിതാവെ, അടിയങ്ങൾ 6ാമത്തെ മുദ്രയുടെ ചില കാര്യങ്ങൾ മാത്രം പഠിച്ചു. 6ാമത്തെ മുദ്രയ്ക്ക് 2 ഭാഗമുണ്ടെന്നും ഒന്ന് നടക്കാൻ പോകുന്നതാണെന്നും അതിന് വീണ്ടും റീഫുൾഫിൽമെൻറ്റ് ഇല്ലയെന്നും ഡ്യുവൽ പ്രൊഫസിയെല്ലാം അടിയങ്ങൾ പഠിച്ചു. ഭൂമിയുൽക്കത്തിൻ്റെ ആഴം, അതിൻ്റെ ദുരന്തം, ആ ദുരന്തത്തിൻ്റെ ആഴം മാത്രമേ അടിയങ്ങൾ ചിന്തിച്ചുള്ളൂ. ഇനി